പൊങ്കാല മഹോത്സവം ഏത് വർഷത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെടുത്തി ഇത്തവണ നടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പൊങ്കാല വൻ വിജയകരമായി മാറും. യാതൊരു തരത്തിലുള്ള അസൗകര്യം ഉണ്ടാകാനുള്ള ഇടയില്ലാത്ത തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ അതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമാണ്. കുടിവെള്ളമൊക്കെ ആവശ്യത്തിലേറെ ലഭ്യമാക്കിയിട്ടുണ്ട്. കുടിവെള്ളത്തിനൊന്നും യാതൊരു തടസ്സം ഉണ്ടാവില്ല. എല്ലാ കുറ്റമറ്റ രീതിയിലുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുവാൻ ഗവൺമെന്റ് പ്രത്യേക താല്പര്യം. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ മണ്ഡലം കൂടി നോക്കണം, രണ്ടും കൂടെ ഒന്നിച്ച് വന്നപ്പോൾ ടെൻഷനായോ? ഇല്ല ഞാൻ 25 വർഷമായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും വലിയ ആഘോഷമാണല്ലോ, വലിയ ഉത്സവമാണല്ലോ. പൊങ്കാല മഹോത്സവത്തിൽ പങ്കുവരിക എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ എല്ലാവരുടെയും അഭിമാനകരമായ കാര്യം. ഗവൺമെന്റ് ഭാഗത്ത് വീഴ്ചയൊന്നുണ്ടായിട്ടില്ല. നമ്മളെല്ലാവരും ചേർന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ എല്ലാവരും വളരെ വളരെ സന്തോഷകരമായി, വളരെ ഭക്തി നിർഭരമായ പൊങ്കാല ചടങ്ങുകൾ 2 ദിവസം മുമ്പ് തന്നെ ഭക്തർ എത്തി. കഴിഞ്ഞ തവണത്തെക്കാലം കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് ട്രസ്റ്റിന്റെ ഭാരവാഹികളും പോലീസും ഒക്കെ പറയുന്നത്. എല്ലാവർക്കും നല്ല രീതിയിൽ പൊങ്കാല അർപ്പിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ടുണ്ട്. ജനങ്ങളൊക്കെ തന്നെ ഭക്തി നിർഭരമായ മനസ്സോടുകൂടി തിരിതെളിക്കുന്നത് കാത്തിരിക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. ഇതിന് ശേഷമുള്ള നഗര ശുചീകരണത്തിനുള്ള എല്ലാ പ്രക്രിയകളും പൂർത്തിയായി. ഞങ്ങൾ കൃത്യമായ സ്ഥലത്ത് നിന്ന് തന്നെ അതിന് നേതൃത്വം കൊടുത്തു. അടുത്ത മിനിറ്റ് ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പൊങ്കാല കഴിഞ്ഞാൽ മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും ഹെൽത്ത് ചെയർമാനും ഇവിടെ ഉണ്ടാകും. മറ്റുള്ള ഇപ്പോൾ കരമന അജിത്തക്ക് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ 10 കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിന് നേതൃത്വം നൽകും. അവസാന ശുചീകരണ തൊഴിലാളിയും ഫീൽഡിൽ നിന്നും മടങ്ങിയതിന് ശേഷം മാത്രമേ ഞങ്ങളൊക്കെ തിരിച്ചു പോവുകയുള്ളൂ. അത്ര ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതൊക്കെ 52 വാർഡുകളിൽ ഓരോ ടാങ്കർ കൊടുത്തതോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടായി. വാട്ടർ അതോറിറ്റിയും പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആശങ്കയോ ഒരു വിഷമതയോ ഇല്ല. ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രി ഇന്നുമായി ഞങ്ങൾ എല്ലാവർക്കും കറങ്ങി. ഇപ്പോഴും ഞാൻ പാളയം ഭാഗത്തെല്ലാം കടന്നുപോയിട്ടാണ് വന്നത്. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നിട്ട വർഷം യാതൊരു കുഴപ്പവും കൂടാതെ ഭംഗിയായി നടത്തുന്നു. അതുപോലെ തന്നെ ഈ വർഷവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ 3 അവലോകന യോഗങ്ങൾ ഇവിടെ ചേർന്നിരുന്നു. സംസ്ഥാനത്തെ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും കോർഡിനേഷൻ ആറ്റുകാൽ പൊങ്കാല ഏറ്റവും വിജയകരമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇതിനോടകം തന്നെ ഒത്തുചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയ്ക്ക് വേണ്ടി എത്തിച്ചേരുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ പൊങ്കാലയിടുന്നതിനും ദർശനം ഉറപ്പാക്കുന്നതിനും സഹായകരമായ രൂപത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ BJP വലിയ രീതിയിൽ കുടിവെള്ളം ഇല്ല, വാട്ടർ അതോറിറ്റി അതിന്റെ ലിങ്കിനാണെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ സർക്കാർ പ്രചാരണം നടത്തിയത് തെറ്റായ അങ്ങനെ ഒരിക്കലും ഒരു മനഃപൂർവ്വമായി ഒരു തരത്തിലുള്ള കൃഷികളും ഗവൺമെന്റ് ഭാഗത്തുണ്ടായിട്ടില്ല. വാട്ടർ അതോറിറ്റി ചെയ്യുന്ന കാര്യങ്ങൾ കോർപ്പറേഷനോട് കൂടിയാണ് കാര്യങ്ങൾ കുടിവെള്ള വിതരണം കൃത്യമായി നടപ്പാക്കേണ്ടത്. 2 കൂട്ടരും കൂടി ചെയ്യേണ്ട ഭാഗമാണ്. അതിനകത്ത് വാട്ടർ അതോറിറ്റി ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ മീറ്റിംഗ് കൂടുമ്പോൾ തന്നെ ഒരു വശമുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കരങ്ങളിൽ വന്ന ശേഷം ഇന്ന് ഈ പൊങ്കാലയ്ക്ക് കാണുന്ന മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയായിരുന്നു അഡ്വക്കേറ്റ് VV രാജേഷ് മേയറായിരിക്കുന്ന ഭരണകൂടം ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തത്. കാരണം ഇവിടെ കുത്തഴിഞ്ഞ തരത്തിലേക്ക് ഇന്ന് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്, ആംബുലൻസ് സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്, ആംബുലൻസിന് പോകാനുള്ള വഴി സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട്, 100 മീറ്റർ ഇടവിട്ടുകൊണ്ട് കുടിവെള്ളം ഉറപ്പാക്കിയിട്ടുണ്ട്. കുടിവെള്ള ലഭ്യത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറവുണ്ടെങ്കിൽ അവിടെ പകരം സംവിധാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത ചെയ്തിട്ടുണ്ട്. ജനങ്ങളും അതോടൊപ്പം ജനപ്രതിനിധികളും അതോടെ സാംസ്കാരിക സംഘടനകളും ഒക്കെ കൂടിയാലോചിച്ച് ഒരു കുറ്റമറ്റ തരത്തിലേക്കുള്ള ഒരു സംവിധാനം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചെയ്തിട്ടുണ്ട്.